ഈ സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവരെ നമ്പർ 1 ലക്ഷണം എന്താണെന്നറിയോ? അവർ ഭയങ്കര സെൽഫ് കോൺഷ്യസ് ആയിരിക്കും. അവരെ തന്നെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും മറ്റുള്ളവരുടെ കണ്ണിലൂടെ. ഫിയർ ഓഫ് എംബാരസ്മെന്റ്. എന്തെങ്കിലും പറഞ്ഞ മണ്ടത്തരാവോ, തെറ്റിപ്പോവോ, ആൾക്കാർ കളിയാക്കൂ, ആ പേടി അവരൊരിക്കലും വിട്ടു പോവില്ല. അതുപോലെ ഭയങ്കര ഹൈപ്പർ വിജിലന്റ് ആയിരിക്കും ഇവര്. സാധാരണ നോർമൽ കോൺവെർസേഷൻ മുമ്പ് തന്നെ റിഹേഴ്സ് ചെയ്യുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓവർ തിങ്ക് ചെയ്യുക, റീപ്ലൈ ചെയ്യാൻ മൈൻഡിൽ. ഇവരുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ഇവർ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് അഭിനയിക്കണതാണ്. ഇത് പലരും ഇൻട്രോവേർട്ട് ആയിട്ട് കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. കുറെ റീൽസിൽ ഞാൻ കണ്ടു, ബസ്സിൽ കയറിയിട്ട് കണ്ടക്ടറോട് പൈസ തിരിച്ചു വയ്ക്കാൻ മടിയായിട്ട് അല്ലെങ്കിൽ എത്തിയ സ്റ്റോപ്പ് പറയാൻ മടിയായിട്ട് ആ ബസ്സിൽ തന്നെ യാത്ര ചെയ്യുന്നവർ. അതൊന്നും ഇൻട്രോവേർട്സ് അല്ല. ഇൻട്രോവേർട്സ് എന്ന് പറഞ്ഞാൽ അവരെ ചൂസ് ചെയ്യണതാണ് ടു സ്റ്റേ അവേ ഫ്രം സെർട്ടൻ സോഷ്യൽ സിറ്റുവേഷൻസ്. അതുപോലെ സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവർ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് നടക്കുന്നവരുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് നാൾ അങ്ങനെയായിരുന്നു. ഇപ്പൊ അതിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ ആ ഒരു മൈൻഡിന്റെ ജയിലിൽ നിന്ന് ഫ്രീ ആയ പോലെയായി. ഇപ്പൊ എനിക്ക് പുറത്തത്തെ വേൾഡിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഇത് നമ്മുടെ പ്രോബ്ലം അല്ല. ആരും ആങ്സൈറ്റിയുടെ കൂടെ ജനിക്കണില്ല. വളർന്നു വരുമ്പോൾ പലരും നമ്മുടെ ശബ്ദത്തിന് അടിച്ചമർത്തിയതാണ്. നമ്മൾ പോരാ, നമ്മുടെ ഒപ്പീനിയൻസ് മാറ്റർ ചെയ്യുന്നില്ല എന്ന് തോന്നിപ്പിച്ച ചില മനുഷ്യന്മാർ തന്ന ട്രോമയുടെ റിസൾട്ടാണിത്.